ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് നടി അൻസിബ ഹസൻ ഉന്നയിക്കുന്നത്. അൻസിബ നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് 2 വട്ടം ചെന്നിത്തല ആവർത്തിച്ചിരുന്നു. എന്നിട്ടും സമൂഹമാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്ന് പലതും പറയുന്നുണ്ട് നടി. താൻ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കുന്ന അൻസിബയ്ക്ക് നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞതാണ്. ആവർത്തിച്ചുള്ള പരാതികളിൽ കാര്യമില്ലെന്ന് ഈ വിഷയത്തിൽ ചെന്നിത്തല പറഞ്ഞതോടെ അധ്യായം അവിടെ അവസാനിച്ചതാണ്. എന്നിട്ടും വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അൻസിബ ഹസൻ. ആവർത്തിച്ചുള്ള പരാതികളിൽ കാര്യമില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തന്നെ വേദനിപ്പിച്ചുവെന്നാണ് നടി അൻസിബ വീണ്ടും ആവർത്തിക്കുന്നത്. സർക്കാരിനും നിയമത്തിനും മുന്നിലല്ലാതെ താൻ വേറെ ആരുടെ മുന്നിലാണ് പരാതി പറയേണ്ടതെന്ന് അൻസിബ ഒരു മലയാള മാധ്യമത്തോട് ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ താമസിക്കുന്ന താൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളെയോ ആഭ്യന്തരമന്ത്രിയെയോ അല്ലാതെ മറ്റാരെയാണ് സമീപിക്കേണ്ടതെന്നും നടി ചോദിക്കുന്നു. എന്നാൽ അൻസിബ നൽകിയ പരാതിയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള നടപടി എടുക്കുന്നുണ്ടെന്ന് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞിട്ടും വീണ്ടും വിമർശിക്കുന്നത് എന്തിനാണെന്ന രീതിയിൽ കമന്റുകൾ നടിയുടെ പോസ്റ്റിൽ നിറയുന്നുണ്ട്. നടൻ ടിനി ടോം സൈബർ അധിക്ഷേപവും വർഗീയ പരാമർശവും നടത്തിയെന്ന പരാതിയിൽ കടവന്ത്ര പോലീസ് കഴിഞ്ഞ ദിവസം അൻസിബയുടെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ തന്റെ പരാതിയിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് അൻസിബ ആവർത്തിച്ചു. കമ്മീഷണർ തന്നെ പറ്റിക്കില്ലെന്നും കേസന്വേഷണം നടക്കട്ടെയെന്നുമാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കമ്മീഷണർ മന്ത്രിയെ പറ്റിച്ചതാണെന്നും അൻസിബ നേരത്തെ സമൂഹമാധ്യമങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇടപെടുന്നത് ശരിയല്ലെന്നാണ് മന്ത്രി പ്രതികരിച്ചത്. ഇതാണ് നടിയെ വേദനിപ്പിച്ചത്. നിലവിൽ കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്നും അൻസിബ വ്യക്തമാക്കുമ്പോഴും ആഭ്യന്തരമന്ത്രിയെ കണക്കില്ലാതെ വിമർശിക്കുന്നുണ്ട് നടി. തനിക്കെതിരെ നടി ലക്ഷ്മിപ്രിയ നടത്തുന്ന അപകീർത്തികരമായ പരാമർശങ്ങൾ തടയാൻ അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചിരുന്നുവെന്ന് അൻസിബ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയെന്ന രീതിയിലാണ് മന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയത്. ഇത് തെറ്റാണെന്നും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അൻസിബ ആരോപിക്കുന്നുണ്ട്. ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിലാണ്. എന്നിട്ടും അൻസിബ പറയുന്നത് ചെന്നിത്തലയെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നാണ്. ഇതിന് പിന്നാലെയാണ് മന്ത്രി നേരിട്ട് വന്ന് വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത്. നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ പുഴുക്കുത്തുക്കളുടെ ബാക്കി പത്രമാണ് അൻസിബയുടെ പരാതി. ഇത് അത്ര വലിയ പ്രശ്നമോ കേരള മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന സംഭവമോ അല്ല. എന്നിട്ടും അൻസിബ എന്ന നടി സർക്കാരിനെതിരെ ആയുധമാക്കുവാൻ ഇത് ഉപയോഗിക്കുകയാണ്. നേരത്തെ നടി അൻസിബയുടെ ആരോപണങ്ങളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തള്ളിയിരുന്നു. കമ്മീഷണർ തന്നെ പറ്റിച്ചിട്ടില്ലെന്നും കമ്മീഷണറിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസ് നടത്തിയ പ്രാഥമികാന്വേഷണത്തിൽ അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നുവെന്നും കോടതി നിർദ്ദേശപ്രകാരമുള്ള മറ്റു കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചതോടെ അൻസിബയുടെ വായ് അടഞ്ഞുവെന്ന് വേണമായിരുന്നു കരുതാൻ. നിയമപരമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നും അന്വേഷണത്തിൽ താൻ ഇടപെടുന്നില്ലെന്നുകൂടി രമേശ് ചെന്നിത്തല പറഞ്ഞതോടെ കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തു വന്നിട്ടുണ്ട്.